ഹലോ ഓൾ, വെൽക്കം ടു വെക്കേഷൻ വൈബ്സ് അറ്റ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ വെക്കേഷൻസ് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഈ ഒരു സീരീസിൽ നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് വെബ്സൈറ്റ് ഒക്കെ പരിചയപ്പെട്ടല്ലേ. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് മാത്സ് എങ്ങനെ ഇൻട്രാക്റ്റീവ് ആയിട്ട് പഠിക്കാം, അതുപോലെ തന്നെ ഫണ്ണായിട്ട് ഒരു ഗെയിം ത്രൂ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിൻ്റെ പേര് മാത്തിഗൺ എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ മാത്തിഗൺ എന്ന് പറയുന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. അപ്പോൾ ബ്രൗസർ എടുത്തിട്ട് വെബ് ബ്രൗസർ എടുത്തിട്ട് മാത്തിഗൺ എന്ന് സെർച്ച് ചെയ്യാം. ആ മാത്തിഗൺ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ ഉണ്ട്, മാത്തിഗൺ എന്ന് പറയുന്ന. അല്ലെങ്കിൽ നിങ്ങൾക്ക് mathicon.org എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ mathicon.org എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും ലാൻഡിംഗ് പേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോഞ്ച് പോളിപാഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സിമെട്രി, ഒറിഗാമീസ് ഉണ്ട്, ഫ്രാക്ടൽസ്, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിലോട്ട് നമുക്ക് പിന്നീട് വരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് ഇവിടെ. എന്താണ് ഈ വെബ്സൈറ്റ് എന്നുള്ളതും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മാത്തിഗണിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാം. അതിൽ ഒരുപാട് വീഡിയോസ് ഈ ഒരു വെബ്സൈറ്റിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. 3 Blue 1 Brown പോലുള്ള ആളുകളൊക്കെ കമന്റ് ചെയ്തിട്ടുള്ള, റിവ്യൂ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ്, ഗാർഡിയൻ പോലുള്ള. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വെബ്സൈറ്റ് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ഹോമിൽ കാണാൻ പറ്റുന്ന ലോഞ്ച് പോളിപാഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യാം. പോളിപാഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നത് ഈ ഒരു പേജിലായിരിക്കും. ഒരു വൈറ്റ് സ്പേസ് കാണാം. നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് ഒരു ടാബ് ഉണ്ട് അല്ലേ, ഒരുപാട് ടാബ്സ് ഉണ്ട്. അതിൽ ഒരുപാട് ജോമെട്രീസ്, നമ്പേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ വർക്കിംഗ് സ്പേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോമെട്രി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷേപ്സ് ഒക്കെ കാണാൻ പറ്റും. ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഉണ്ട് അല്ലേ, ജോമെട്രിക്കൽ ഫിഗേഴ്സ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഉണ്ട്. അതുപോലെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്പർ കാർഡുകളുണ്ട്, നമ്പർ ലൈനുകളുണ്ട്, അതുപോലെ തന്നെ നമ്പർ ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്പർ ലൈൻസ് ഒക്കെ അല്ലേ. നമ്പർ ലൈൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രാക്ഷൻസ് ഉണ്ട്, ഫ്രാക്ഷൻസിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൾജിബ്ര ഉണ്ട്, ഓൾജിബ്ര ടൈൽസ്, ഫംഗ്ഷൻസ്, മെഷീൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു അരിതമെറ്റിക് ഗെയിം ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓൾജിബ്ര ടാബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫംഗ്ഷൻ ബാലൻസ് സ്കെയിൽ കാണാൻ പറ്റും. ബാലൻസ് സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ബാലൻസ് സ്കെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതായിരിക്കും ബാലൻസ് സ്കെയിൽ. വെയ്റ്റ് സ്കെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. വെയ്റ്റ് സ്കെയിൽ എന്താണ് നമ്മൾ പഴയ കാലത്തൊക്കെ ഷോപ്പുകളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമായിരുന്നു വെയ്റ്റ് സ്കെയിൽ. അപ്പോൾ 2 ഹാൻഡ് പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ 2 ഹാൻഡിലും ഈക്വൽ വെയിറ്റ് ആവുന്ന സമയത്താണ് ഒരുപോലെ ഒരേ ലെവലിൽ നിൽക്കുക അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു സർക്കുലർ ഷേപ്പ് കാണും. നിങ്ങൾ ലെഫ്റ്റ് ടാബിൽ തന്നെ കാണാൻ പറ്റും. ബാലൻസ് സ്കെയിലിൽ തൊട്ട് മുകളിലായിട്ട് ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, സർക്കുലർ ഷേപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കിൾ ഒരു ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാറിന്റെ ഷേപ്പ് ഉണ്ട്, ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട്. ഈ 3 ഷേപ്സ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ബോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ബോൾ വെക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണോ വെയിറ്റ് സ്കെയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ബാലൻസ് സ്കെയിലിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ വെയിറ്റ് കൂടുതൽ ആ ഭാഗത്തോട്ട് ടിൽറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു സൈഡിൽ ഇത് വെക്കുന്ന സമയത്ത് എന്താണ്, ആ സൈഡിലോട്ട് ടിൽറ്റ് ചെയ്യും. അപ്പം അതേ വെയിറ്റ് ഉള്ള ഒരു സാധനം മറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വെക്കുന്ന സമയത്ത് എന്താണ്, അത് ബാലൻസ് ചെയ്യും. അങ്ങനെയാണ് വെയിറ്റ് കൂടുതലുള്ള ഭാഗത്തോട്ട് അത് ബാലൻസ് ചെയ്യും. അതാണ് വെയിറ്റ് സ്കെയിലിന്റെ ബേസിക് ഐഡിയ. അപ്പം ഇനീഷ്യലി ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഫിഗേഴ്സിനൊക്കെ, അല്ലെങ്കിൽ ഈ ഷേപ്പ് ബോൾ ആയിക്കോട്ടെ, സ്റ്റാർ ആയിക്കോട്ടെ, ഡയമണ്ട് ആയിക്കോട്ടെ, അതിനൊക്കെ വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്, 1 യൂണിറ്റ് ആണ്. അപ്പം അതെങ്ങനെ ചെക്ക് ചെയ്യാൻ, ഞാൻ ലെഫ്റ്റിൽ ബോൾ വെച്ചു, എന്നിട്ട് ഞാൻ നമ്പേഴ്സ് ടാബിൽ പോയിട്ട് നമ്പർ കാർഡ്സ് എടുക്കുകയാണ്. നമ്പർ കാർഡ്സ് എടുക്കുന്ന സമയത്ത് അതിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ. 1 യൂണിറ്റ് എന്താ, 1 കിലോഗ്രാം ആയേക്കാം, 1 ഗ്രാം ആയേക്കാം, എന്തായാലും നമ്മളതിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷെ 1 എന്ന് പറയുന്ന 1 യൂണിറ്റ് ഉള്ള 1 എന്ന് പറയുന്ന നമ്പർ കാർഡ് എടുത്തിട്ട് ഞാൻ റൈറ്റിൽ വെക്കുന്ന സമയത്ത് അത് ബാലൻസ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ്, ബോളിന്റെ വാല്യൂ 1 ആയിട്ടാണ് ഇനീഷ്യലി അസൈൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് സ്റ്റാറിനും അത് തന്നെയാണ്
1 തന്നെയാണ് ഇനീഷ്യലി അസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ഷേപ്സിനും പോളിപാഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇനീഷ്യലി അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബോൾ എടുത്തിട്ട് ഞാൻ ലെഫ്റ്റിൽ വെച്ച്, എന്നിട്ട് ഞാൻ മേ ബി എനിക്ക് ബോളിന് അസൈൻ ചെയ്യേണ്ട വാല്യൂ 10 ആണ്. അപ്പോൾ 10 ആണ് അസൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 10ന്റെ നമ്പർ കാർഡ് ഞാൻ എടുക്കും. 10ന്റെ നമ്പർ കാർഡ് എടുത്തിട്ട് റൈറ്റിൽ വെക്കുക. എന്നിട്ട് സെൻട്രൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെയിൻ സ്കെയിലിന്റെ അല്ലെങ്കിൽ ബാലൻസ് സ്കെയിലിന്റെ സെൻട്രൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം അത് ബാലൻസ് ആയില്ലേ, ഒരേ ലെവലല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പം ബോളിന്റെ വാല്യൂ 10 ആയിട്ട് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാറിന്റെ വാല്യൂ ഞാൻ 20 ആയിട്ട് അസൈൻ ചെയ്യാം. 20യുടെ നമ്പർ കാർഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് പറയുന്ന നമ്പർ കാർഡ് ജനറേറ്റ് ചെയ്യും. സോ ലൈക്ക് അതും അതുപോലെ തന്നെ റൈറ്റിൽ വെക്കുക. എന്നിട്ട് ബാലൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ് ആവും. അപ്പോൾ ഞാനത് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റാറിനെ ഞാൻ 20 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് ലൈക്ക് ഡയമണ്ട് സ്ട്രക്ചർ എടുത്തിട്ട് ഞാൻ ഡയമണ്ടിന് മേ ബി 100 കാർഡാണ് കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 കൊടുത്ത്, എന്നിട്ട് ഞാൻ ബാലൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് ഇപ്പോഴത്തെ വാല്യൂ 100 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ 3 ഫിഗേഴ്സും ഞാൻ ലെഫ്റ്റിൽ വെച്ച്, ചോദ്യം എന്താണെന്നല്ല, എന്തെന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്യണം. ലൈക്ക് ഈ ബാലൻസ് ചെയ്യണം സച്ച് ദാറ്റ് ഒറ്റ നമ്പർ കാർഡേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാം, ബോളിന്റെ വെയിറ്റ് എത്രയാണ്? 10 ആണ്. സ്റ്റാറിന്റെ വെയിറ്റ് എത്രയാണ്? 20 ആണ്. ഡയമണ്ടിന്റെ സ്റ്റാറിന്റെ വെയിറ്റ് 20 ആണ്. അതിന്റെ ഡയമണ്ടിന്റെ വെയിറ്റ് 100 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 10 + 20 + 100 അല്ലേ? അപ്പൊ എത്ര? 130 അല്ലേ? ഞാൻ 130യുടെ നമ്പർ കാർഡ് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യാം. എനിക്ക് 130യുടെ നമ്പർ കാർഡ് ജനറേറ്റ് ചെയ്യാം. അത് വെക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുക, അത് ബാലൻസ് ആയി. ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ഗെയിംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ് എടുക്കുക, മൾട്ടിപ്പിൾ ഫിഗേഴ്സ് എടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് എന്നിട്ട് പല രീതിയിൽ ഗെയിംസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പല മൾട്ടിപ്പിൾ ഫിഗേഴ്സ് വെച്ചിട്ട്, മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഇതുപോലുള്ള ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ടാബിൽ ടൈൽസിന്റെ ടാബിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ലൈക്ക് പ്രോബബിലിറ്റി ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ പ്രോബബിലിറ്റി ആൻഡ് ഡാറ്റയിൽ ഞാൻ കോയിൻസ്, ഡൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന സമയത്ത് എന്താണ് കണ്ടിട്ടുണ്ടാവണം. അതെന്താ, ലൈക്ക് 6 ഫേസസ് ഉണ്ട്. ഒരു ക്യൂബാണ് അല്ലേ? ചെറിയൊരു ക്യൂബിന് എന്താണ് 6 ഫേസസ് ഉണ്ടായിരിക്കും. ആ 6 ഫേസസിൽ 1 to 6 ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും വരിക അല്ലെ? അപ്പൊ ഞാൻ റോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു റാൻഡം വാല്യൂ ജനറേറ്റ് ചെയ്യും. അപ്പൊ ലൈക്ക് ഞാൻ ഇവിടെ എനിക്ക് റോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ക്യൂബ് ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഒരു വാല്യൂ ജനറേറ്റ് ആവും. ആ ഒരു ഫേസിൽ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഡൈ വെച്ച് ഞാൻ മൾട്ടിപ്പിൾ ഡൈസ് വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിയുടെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് മറ്റൊരു ഡൈ ജനറേറ്റ് ചെയ്യാം. ഒരു കോപ്പിയുടെ ഓപ്ഷൻ ഉണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് മറ്റൊരു ഡൈയും കൂടെ ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഒരു അരിത്മെറ്റിക് ഗെയിം ക്രിയേറ്റ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരേ സമയം റോൾ കൊടുത്തു. 3 എണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്ത് 3 ഡൈയും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് റോൾ കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ലൈക്ക് ഇത് ബാലൻസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു നമ്പർ കാർഡ് എന്തെങ്കിലും വെക്കണ്ടേ? നമ്പേഴ്സിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്പർ ബാർ വെക്കാം, നമ്പർ കാർഡുകൾ വെക്കാം, എന്ത് വെക്കാം. അപ്പോൾ ലൈക്ക് ഒറ്റ നമ്പർ കാർഡ് കൊണ്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒറ്റ നമ്പർ കാർഡ് കൊണ്ട് ഈ ബാലൻസിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇവിടെ വെക്കേണ്ടത്? ഇതിന്റെ അഡീഷൻ ആയിട്ടുള്ള വാല്യൂ അല്ലെ? ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കണം. ഇതിന്റെ വെയിറ്റ് എത്രയാണ്? ഇവിടെ ലെഫ്റ്റിലുള്ള വെയിറ്റ് എത്രയാണ്? 2 + 3 + 2 which is 7. അപ്പോൾ ഞാൻ 7 എന്ന് പറയുന്ന ഒരു നമ്പർ കാർഡ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് വെക്കുന്ന സമയത്ത് ബാലൻസ് ആവുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് ഗെയിംസ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഡൈ എടുത്ത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഗ്രാഫൊക്കെ എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അതുപോലെ ഇതിന്റെ വാല്യൂസ് നമുക്ക് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. ടേബിൾ ആക്കിയിട്ട് നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറുന്നുണ്ടല്ലോ വാല്യൂസ്. അപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് ഇത് ടാബുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ ടാബുലേറ്റ് എന്ന് പറയുന്ന ഒരു കോളുണ്ട്. ഇപ്പോൾ കറന്റ്ലി ഈ ഡൈയുടെ വാല്യൂ എത്രയാണ്?
4 ആണ് അല്ലെ. അതാണ് ഇവിടെ വാല്യൂ എന്ന് പറയുന്ന കോളത്തിൽ കൊടുത്തിട്ടുണ്ടാവും. 2 കോളം ഉണ്ടാവും, വാല്യൂ ഉണ്ട്, കൗണ്ടും ഉണ്ട്. അപ്പം വാല്യൂ എന്ന് പറയുന്ന കോളത്തിൽ 4 ഉണ്ട്, അതിന്റെ കൗണ്ട് ആണ് 1. അതെന്താ, ഒരു പ്രാവശ്യം 4 വന്നിട്ടുണ്ട്, അതാണ് അതിന്റെ മീനിങ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് റോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിന്റെ വാല്യൂ മാറുന്നുണ്ട്. ഇപ്പൊ എന്താണ്, കറന്റ് 4 ആണ്. അപ്പൊ 4ന്റെ വാല്യൂ എന്താണ്, 2 ആയി. ഇപ്പൊ നേരത്തെ 4 തന്നെയായിരുന്നു, ഇപ്പോഴും 4 തന്നെയാണ്. അപ്പൊ എന്താണ്, 2 പ്രാവശ്യം 2 തവണ അത് 4 വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും റോൾ ചെയ്യാം, വീണ്ടും 4 തന്നെ വന്നത്. അപ്പൊ വാല്യൂസ് ഓട്ടോമാറ്റിക്കലി എന്തായി, 3 ആയിട്ട് മാറുന്നുണ്ട്. സോ ലൈക്ക് ഒന്നും കൂടെ റോൾ ചെയ്യാം നമുക്ക്. അപ്പൊ 1 ആണ് കിട്ടിയത് അല്ലെ, 1 ആണ് കിട്ടിയത്. അപ്പൊ 1ന്റെ കൗണ്ട് എന്തായി, 1 ആയി, ഇൻക്രീസ് ആയി. അങ്ങനെ നമുക്ക് ലൈക്ക് n നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് തവണ റോൾ ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്രാഫ് കണ്ടോ, എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്, എക്സ് ആക്സിസ് എന്താ അറിയില്ലേ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ആക്സിസിനെയാണ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പൊ എക്സ് ആക്സിൽ എന്താണ്, വാല്യൂ ആണ് ഉള്ളത്, വാല്യൂ ആണ് 1 2 3 4 5 6. വൈ ആക്സിസിൽ എന്താ ഉള്ളത്, നമ്പർ ഓഫ് ടൈംസ്, എത്ര നമ്പർ ഓഫ് ടൈംസ്, അതിന്റെ കൗണ്ട് ആണ്, എത്ര നമ്പർ ഓഫ് ടൈംസ് ഓരോ വാല്യൂ വന്നിട്ടുണ്ട് എന്നുള്ള കൗണ്ട് ആണ്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോ തവണ റോൾ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ടാബിൾ മാറുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ നമുക്ക്, ഫൺ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാർട്ടുകൾ എങ്ങനെയാണ്, ബാർ ഗ്രാഫുകൾ, ഇതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് വിളിക്കുക അല്ലെ. ബാർസ് ആയിട്ട് കാണുന്നില്ലേ, അതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബാർ ഗ്രാഫ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നോക്കുന്നത് ആൾജിബ്രയിൽ തന്നെ നമുക്ക് ഒരു കാര്യം നോക്കാം. ആൾജിബ്രയിലെ ആൾജിബ്ര ടൈൽ ഫംഗ്ഷൻ മെഷീൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ മെഷീൻസിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ആണ്. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു പ്രോസസ്സ് ചെയ്യും, വേറൊരു ഔട്ട്പുട്ട് തരും. അതിനെയാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടാവും. ഇപ്പം ഓപ്പറേഷൻ എന്തായി, അപ്പം ഒരു നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്ത് അതിന്റെ ഓപ്പറേഷൻ ബേസിക്കലി എന്താണ്, അതിന് സ്ക്വയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്, ഇപ്പൊ ഞാൻ ഇൻപുട്ട് 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അതിനെന്താണ്, സ്ക്വയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 4 ആയിരിക്കും. ഞാൻ 3 ആണ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ലൈക്ക് 9 ആയിരിക്കും ഔട്ട്പുട്ട്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഒരു മെഷീൻ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ഇൻപുട്ട് ഉണ്ട്, ഒന്നിലധികം ഇൻപുട്ട്സ് ഉണ്ടായേക്കാം. അതിനെന്തുണ്ട്, ഒരു പ്രോസസ്സ്, ഒരു പെർട്ടിക്കുലർ സാധനം ചെയ്യും, അതിനെന്തുണ്ട്, ഒരു ഔട്ട്പുട്ട് കിട്ടും. അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ എന്താണ്, ഒരു ഫംഗ്ഷൻ മെഷീൻ ആണ് അല്ലെ. ഈ ഫംഗ്ഷൻ മെഷീൻ എന്താ ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എടുക്കും. ഈ ലെഫ്റ്റിൽ നിങ്ങൾ കാണുന്ന പോലെ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് എടുക്കും. അതെന്താണ്, x+1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം ലൈക്ക് സപ്പോസ് ലൈക്ക് ഞാൻ 1 എന്ന് പറയുന്ന ഒരു നമ്പർ കാർഡ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് വരുന്നത്, 2 ആണ്. അതെന്താ ചെയ്യുന്നത്, 1 ആഡ് ചെയ്തു അല്ലെ. ഞാൻ 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് 11 ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നമ്പർ ഫംഗ്ഷൻ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക്, ഞാൻ എക്സ് തന്നെ ആക്കി, ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കും, ഇൻപുട്ട് എടുക്കും, അതേ നമ്പർ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് തിരിച്ചു തരണം. അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം ലൈക്ക് അത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ 5 ഇൻപുട്ട് കൊടുത്ത് എന്താണ് 5 തന്നെ തന്നു അല്ലെ. ഇനി എന്താണ്, ഞാൻ മേ ബി ലൈക്ക് എനിക്ക് x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സ്പോണന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം x² എന്ന് പറയുന്ന നമ്പർ, x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 ഇൻപുട്ട് ചെയ്ത സമയത്ത് എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത്, 16 അല്ലെ. 16 ഔട്ട്പുട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ലൈക്ക് ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ മെഷീൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഒന്നിലധികം ഫംഗ്ഷൻ മെഷീൻസ് കമ്പൈൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി നോക്കട്ടെ, ഞാനിവിടെ ഫംഗ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്തേക്കാം, x+1. എനിക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ Alt+ ഡ്രാഗ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. സോ ലൈക്ക് ഞാൻ 3 ഫംഗ്ഷൻ മെഷീൻസ് വെച്ചിട്ടുണ്ട്. 3 എണ്ണം വേണ്ട, 2 എണ്ണം മതി. ഇപ്പം ലൈക്ക് 2 എണ്ണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ 8 ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് വരിക, 2 പ്രാവശ്യം അത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു x+1 വരും. ആ ഇൻപുട്ട് എന്താണ്, അത് മറ്റൊരു ആ ഔട്ട്പുട്ട്, ഫസ്റ്റ് മെഷീന്റെ ഔട്ട്പുട്ട് മറ്റൊരു മെഷീന്റെ എന്താണ്, ഇൻപുട്ടാണ്. അതൊന്നും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു x+1 വരും. അപ്പൊ ഞാൻ 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, 8 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 10 ആയിരിക്കും അല്ലെ. 10 ആയിരിക്കും. അപ്പൊ ഞാൻ വേറൊരു നമ്പർ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ 5 ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും ഔട്ട്പുട്ട് വരിക, 7 അല്ലേ. 7 അല്ലേ, ചെക്ക് ചെയ്യും 7 ആണോ. അപ്പോൾ ലൈക്ക് നമുക്ക് ഇതുപോലെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഇതേപോലെ ഫംഗ്ഷൻ മെഷീൻസ് കമ്പൈൻ ചെയ്ത് നോക്കുക. ഒന്നും കൂടെ മേ ബി ലൈക്ക് ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചും കൂടെ വലിയ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് കൊടുത്ത്
ട്രൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു പോളിപാഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ മാത്തികൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ വീണ്ടും മാത്തികൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് തന്നെ തിരികെ പോവുകയാണ്. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ പോളിപാഡിന് തൊട്ട് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഫ്രാക്ടൽസ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ്, ടൈം ലൈൻസ്, സീക്വൻസ്. ഇതിൽ ബേസിക്കലി ചെയ്യുന്ന എങ്ങനെയാണ് നേച്ചറിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. അതിൻ്റെ പുറകിലുള്ള മാത്സ് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും എന്തായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കും. അതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രാക്ടൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ലൈക്ക് എങ്ങനെയാണ് ഈ ലീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആൻസർ ഇവരെ ചോദിക്കുന്നത് എന്താണ്, കൺസിസ്റ്റ് ഓഫ് സ്മോൾ സ്പൈറൽ അറൗണ്ട് എ ലാർജ് വൺ. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ റിവീൽ ചെയ്യപ്പെടും. അപ്പോൾ അത് ബേസിക്കലി ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷൻ പോലെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് നിങ്ങളത് ആൻസർ ചെയ്യാൻ നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഈ എപ്പിസോഡിലെ ആക്ടിവിറ്റി ആണ്. ലൈക്ക് ഒരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട് ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാനുള്ളത്. ഒറിഗാമി എന്നുള്ളതാണ്. ഒറിഗാമി കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒറിഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് പേപ്പറൊക്കെ വെച്ചിട്ട് ലൈക്ക് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ക്യൂബ് പോലുള്ള ടെട്രാഹെഡ്രൺ പോലുള്ള ഷേപ്സ്, ഫിഗേഴ്സ് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ സിംപ്ലി ഫോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ഒരു ഓപ്ഷനാണ് ഒറിഗാമി എന്ന് പറയുന്നത്. അപ്പോൾ ഒറിഗാമിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേ ബി ഒരു സ്ട്രക്ചർ എടുക്കുക, ക്യൂബ് എടുക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോൾഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് കാണാൻ പറ്റും. ഫോൾഡിങ് ഇൻസ്ട്രക്ഷൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഒരു ക്യൂബ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ പേപ്പർ എടുക്കുക, ഒരു സ്ക്വയർ ആക്കേണ്ടി വരും. ലൈക്ക് ഇപ്പോൾ സ്ക്വയർ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക. ബാക്കി ഫോൾഡിങ് ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇവിടെ. ടെട്രാഹെഡ്രൺ ഉണ്ട്. ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യാം, ഫോൾഡിങ് ഇൻസ്ട്രക്ഷൻസ് ചെക്ക് ചെയ്യാം. ഇത് കാണാൻ പറ്റും ലൈക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ലൈക്ക് നിങ്ങളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഈ എപ്പിസോഡിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒറിഗാമി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഒറിഗാമി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒറിഗാമി സ്ട്രക്ചർ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഒന്നിലധികം ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ലൈക്ക് ഗൂഗിൾ ഫോമിൽ അതിൻ്റെ ഇമേജസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ലൈക്ക് സ്റ്റേ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.